കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധേഷിനെയും കൂട്ടി ഉമ്മറത്തെത്തുന്ന ഹരീഷ് എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ്. കല്യാണം കഴിക്കാതെ നീതുവിനെ വീട്ടിൽ നിർത്താനാവില്ലെന്നും നീതുവിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വായടപ്പിക്കാൻ കല്യാണം കഴിക്കുക മാത്രമേ വഴിയുള്ളൂവെന്നും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ നോക്കെന്നും സുധീഷും പറയുന്നുണ്ട്. താൻ നീതുവിനെ കല്യാണം കഴിച്ചാൽ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താവുമെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ താൻ കല്യാണം കഴിക്കുന്നത് ശരിയാണോ എന്നും ഹരീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാത്തതിലുള്ള ടെൻഷൻ ഹരീഷ് പങ്കുവയ്ക്കുന്നുണ്ട്. ഹരീഷ് നീതുവിനെ കൂടി കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടെന്ന ദുഷ്പേര് മാറിക്കിട്ടുമെന്നും അങ്ങനെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുമെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചാണ് ഇപ്പോൾ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തതെന്നും പെണ്ണ് കാണാൻ പോയാലും അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെന്ന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സുഭാഷ് ഏട്ടനെ എത്തിക്കരുതെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ താൻ കല്യാണം കഴിക്കുന്നത് ശരിയാണോ എന്നും ഹരീഷ് ചോദിക്കേ ഹരീഷ് പറയുന്നത് ശരിയാണെന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. ഭാസ്കരനും അങ്ങോട്ട് ചെന്ന് പറയുന്നുണ്ട്. സന്തോഷത്തോടെ നീതുവിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കെന്നും സുഭാഷിന് ഈ ജന്മം ഒരു കല്യാണം നടക്കില്ലെന്നും ഒറ്റ മരത്തിലെ കുരങ്ങനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ കഴിയുമെന്നും അതവന്റെ തലയിൽ എഴുത്താണെന്നും അച്ഛൻ പറയുന്നത് കേൾക്കെ ഹരീഷ് അച്ഛന്റെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടയുക. നിങ്ങളുടെ മകനായി പിറന്നതാ സുഭാഷ് ഏട്ടന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് ഹരീഷും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ പെണ്ണുങ്ങളെയും സുഭാഷ് പെങ്ങന്മാരായി മാത്രമാണ് കാണുന്നതെന്ന് അച്ഛനും പറയുന്നത് കേൾക്കെ ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ അച്ഛന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും നീതു അവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചും സുഭാഷ് ഏട്ടൻ ഇത് കേട്ടാൽ വിഷമമാകുമെന്ന് ഓർമ്മിപ്പിച്ചും സുധീഷ് അവനെ തടയുന്നുണ്ട്. അച്ഛനും അവരെ കുറ്റപ്പെടുത്തി അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും വീട്ടിലുള്ള അച്ഛൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ താൻ ഇപ്പോ നീതുവിനെ കല്യാണം കഴിച്ചാൽ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്നും ഈ ആലോചന ഇവിടെ നിർത്താമെന്നും ഹരീഷും തീരുമാനമെടുക്കുകയാണ്. റൂമിലിരിക്കുന്ന നീതുവിന് നിധി ചായ കൊണ്ടു കൊടുക്കുമ്പോഴേക്കും അവൾ ഹരീഷുമായി വിവാഹം നടക്കുന്നതിലെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. വിവാഹം നടന്നാൽ താൻ ഹാപ്പിയാണെന്നും തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടല്ലോ എന്നും അവൾ സന്തോഷത്തോടെ പറയുകയാണ്. കല്യാണ കാര്യത്തിൽ അത്ര പെട്ടെന്ന് തീരുമാനമെടുക്കാനാവില്ലെന്നും നീതു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയല്ലേ എന്നും നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. തനിക്ക് 21 വയസ്സായെന്നും താൻ വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ലെന്നും വീട്ടിലെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് താൻ കോളേജിലേക്ക് പോകുന്നതെന്നും കല്യാണം കഴിക്കാൻ തനിക്ക് സമ്മതമാണെന്നും നീതു പറയേ അവർ എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. ഹരീഷിനെ കാണരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞ് വീട്ടിൽ നിരന്തരം ഉപദ്രവമാണെന്നും ഇനി തനിക്ക് അടി വാങ്ങിക്കാൻ കഴിയില്ലെന്നും ഹരീഷിന്റെയും തന്റെയും കല്യാണം നടന്നാലും ഇല്ലെങ്കിലും താൻ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോവില്ലെന്ന് നീതുവും ഉറപ്പിച്ചു പറയുന്നുണ്ട്. നിധി പുറത്തിറങ്ങി വരുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട് നീതു എന്താ പറയുന്നതെന്ന്. അവളുടെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും വീട്ടിലേക്ക് ഇനി തിരിച്ചു പോവില്ലെന്നാണ് അവളുടെ തീരുമാനമെന്ന് നിധിയും പറയുകയാണ്. സുധീഷും ഹരീഷും അങ്ങോട്ട് വരുമ്പോഴേക്കും എന്തായി തീരുമാനമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഹരീഷിനിപ്പോ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്നും അവൻ പറയുന്നതിലും ഒരു ന്യായമുണ്ടെന്നും സുധീഷും പറയുന്നുണ്ട്. കല്യാണം നടത്താതെ അവൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്നും അവൾ ഇവിടെ താമസമാക്കിയെന്നറിഞ്ഞാൽ വീട്ടുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്നും കല്യാണം മാത്രമേ ഒരു പോംവഴിയുള്ളൂ എന്നും സുഭാഷ് ഏട്ടനും പറയുന്നു. അതിനിടയിൽ തന്റെ അഭിപ്രായം പറയാനായി അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിലും സുധീഷ് അച്ഛനെ വഴക്കു പറഞ്ഞ് ഓടിക്കുക. അവരെ വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തി അച്ഛനും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നീതുവിന്റെ വീട്ടുകാർ എപ്പോ വേണേലും അവിടെ എത്താനുള്ള സാധ്യതയുണ്ടെന്നും എന്തെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണമെന്നും നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതുവിനെ കല്യാണം കഴിക്കാനായി ഹരീഷിനോട് പറയുന്നുണ്ട് നികേഷും. കല്യാണം നടത്തുകയല്ലേ ഹരീഷേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കേ താൻ നീതുവുമായി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് നീതുവിനെ കാണാനായി പോവുകയാ. തനിക്ക് നീതുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്നും ഹരീഷ് പറയേ നീതുവും വളരെയധികം സന്തോഷത്തോടു കൂടി അത് സമ്മതിക്കുക. അങ്ങനെ നീതുവിന്റെ ബാഗുമെടുത്ത് അവളെയും ബൈക്കിലിരുത്തി ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാ ഹരീഷ്. ബീച്ചിലെത്തിയ നീതുവിന് ഹരീഷ് കോഫിയും ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുക്കുക. കോഫി കുടിച്ചുകൊണ്ട് ഹരീഷിനോടൊപ്പം ഇതുപോലെ ബീച്ചിലേക്കൊക്കെ വരാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് നീതുവും പറയുകയാണ്. വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് ഹരീഷ് ചോദിക്കെ നീതുവും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവനോട് വിവരിക്കുന്നുണ്ട്. നിന്നെ വേണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. നിന്നെ മറക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് നീതു പറയുന്നത് കേൾക്കെ ഹരീഷും സ്നേഹത്തോടെ അവളുടെ കൈ കവർന്നെടുത്ത് പിടിക്കുക. അത് കണ്ട് വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടെ അവനെ നോക്കുകയാ നീതുവും. ഹരീഷും അവളോട് തന്റെ മനസ്സ് തുറക്കുകയാണ്. നീതുവിന്റെ വീട്ടുകാർ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവരുടെ മുന്നിൽ വെച്ച് വീട്ടുകാരെ എതിർത്ത് തനിക്കും കുടുംബത്തിനും വേണ്ടി നീതു സംസാരിച്ചുവെന്നും ഏത് പെണ്ണുങ്ങളും പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവരവരുടെ കുടുംബത്തിനു വേണ്ടി മാത്രമേ നിൽക്കൂവെന്നും പക്ഷേ നീതുവിന് അതിനുള്ള ധൈര്യമുണ്ടായെന്നും നീതു വന്നില്ലായിരുന്നുവെങ്കിൽ ആകെ പ്രശ്നമായെന്നും ഹരീഷ് പറയേ
താൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതെന്നും പിന്നെ താൻ വരാതിരിക്കുന്നത് എങ്ങനെയെന്നും നീതുവും ചോദിക്കുന്നുണ്ട്. ഹരീഷ് വീണ്ടും അവളുടെ കൈ കവർന്നെടുത്ത് പറയുകയാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ വീണ്ടും ഹരീഷിനെ കൊണ്ട് അത് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നുണ്ട്. ഹരീഷ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് നീതുവും വിളിച്ചു പറയുന്നുണ്ട്. താൻ ഹരീഷിനോട് ഒരു 100 തവണയെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹരീഷ് ഇതുപോലെ പറയുന്നത് ആദ്യമായാണെന്നും നീതുവും പറയുകയാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായെങ്കിലും കല്യാണം കഴിക്കണമെന്നോ ഒന്നിച്ച് ജീവിക്കണമെന്നോ ചിന്ത തനിക്കുണ്ടായിരുന്നില്ലെന്നും പക്ഷേ ഇപ്പോൾ നീതുവിനെ കല്യാണം കഴിക്കണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും തോന്നുന്നുണ്ടെന്നും ഹരീഷ് പറയുന്നുണ്ട്. കേട്ടത് വിശ്വസിക്കാനാവാതെ കണ്ണു നിറഞ്ഞുകൊണ്ട്, ഹരീഷേ, നീ തന്നെയാണോ ഇത് പറയുന്നതെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. കരയുകയാണോന്ന് ഹരീഷ് ചോദിക്കെ സന്തോഷത്തിന്റെ കണ്ണീരാണെന്ന് പറഞ്ഞ് അവന്റെ തോളത്ത് ചേർന്നിരിക്കുകയാണ് നീതു. ഹരീഷിനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുമോ എന്ന് അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന അവളെ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചയക്കില്ലെന്ന് ഹരീഷും പറയുകയാണ്. തനിക്കും അത് മതിയെന്ന് നീതുവും പറയുന്നുണ്ട്. താൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവുമില്ലെന്നും പക്ഷേ നീതുവിനെ ഉടനെ തനിക്ക് കല്യാണം കഴിക്കാനാവില്ലെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാത്തതിലുള്ള ടെൻഷനുമെല്ലാം ഹരീഷ് പങ്കുവെക്കുകയാണ്. നീതു ഇറങ്ങി വരുന്നതുവരെ താൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും തന്റെ കയ്യിൽ ഒരു കല്യാണം നടത്താനുള്ള കാശില്ലെന്നും ജോലിയും സെറ്റായില്ലെന്നും പക്ഷേ അതിനേക്കാൾ ഉപരി സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ താൻ നീതുവിനെ കല്യാണം കഴിക്കില്ലെന്നും ഹരീഷ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. തന്നോട് ഹരീഷ് ഇഷ്ടം തുറന്നു പറഞ്ഞു തന്നെ വലിയ കാര്യമാണെന്നും പക്ഷേ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്ന് നീതുവും പറയുന്നുണ്ട്. അവളെ ഇനി വീട്ടിലേക്ക് പറഞ്ഞു വിടാനാവില്ലെന്നും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നവരെ നിധി താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ താമസിക്കാമോ എന്നും കാശിന്റെ കാര്യമെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും ഹരീഷ് പറയുന്നുണ്ടെങ്കിലും താൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാമെന്നും ഹരീഷിനോട് ഇഷ്ടമുണ്ടെങ്കിലും ഉടനെ കല്യാണം കഴിക്കണമെന്ന് താൻ ചിന്തിച്ചിട്ടില്ലെന്നും സുഭാഷ് ഏട്ടൻ ഒരു പാവമാണെന്നും താൻ തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാമെന്നും തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാവില്ലെന്നും തന്റെ അവകാശങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തനിക്കാവില്ലെന്നും നീതു പറയെ അവർ ഉപദ്രവിച്ചാലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അവരുപദ്രവിച്ചാൽ ഹരീഷ് എത്തില്ലേ എന്നും അവർ തന്നെ ഉപദ്രവിക്കാനൊന്നും പോവില്ലെന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ അവർ തല്ലിപ്പൊട്ടിച്ചെന്നും തനിക്കൊരു പുതിയ മൊബൈൽ വാങ്ങി തന്നാൽ മതിയെന്നും നീതു പറയുന്നുണ്ട്. ഹരീഷ് അത് വാങ്ങിത്തരാമെന്ന് സമ്മതിക്കെ തനിക്ക് പുതിയൊരു സിം കാർഡ് കൂടി എടുക്കണമെന്ന് അവൾ ഓർമ്മിപ്പിക്കുക. ഹരീഷ് അതും സമ്മതിക്കെ അവളും സന്തോഷത്തോടുകൂടി അവന്റെ കൂടെ യാത്രയാവുകയാ. സമയമേറെയായിട്ടും ഹരീഷിനെയും നീതുവിനെയും കാണാതെ സുധീഷ് ടെൻഷനോടെ നിധിയോടും കൂട്ടരോടും തന്റെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഹരീഷും നീതുവും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടാകാമെന്നും അത് കണ്ടുവന്ന അവളുടെ ചേട്ടൻ അവളെ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ടാകാമെന്നുമൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ നിധി അവനോട് വായടച്ച് മിണ്ടാതിരിക്കാനായി പറയുകയാ. പിന്നീട് അവൾ നികേഷിനോട് ഹരീഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കാനായി പറയുന്നുണ്ട്. നികേഷ് വിളിക്കുമ്പോഴേക്കും താൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹരീഷും മറുപടി പറയുന്നത് അവർക്ക് ആശ്വാസമാവുകയാ. ഹരീഷ് നിധുവിനെയും കൂട്ടി ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയാ. അവൻ അവിടുന്ന് വില കൂടിയ ഒരു ടച്ച് ഫോൺ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുക്കുകയാ. കൂട്ടത്തിൽ അവന്റെ പേരിൽ പുതിയൊരു സിം കാർഡും എടുത്തു കൊടുക്കുന്നുണ്ട്. നീതുവിനും വളരെയധികം സന്തോഷമാവുകയാ. അവൾ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് ആദ്യമായി അവളും ഹരീഷും ഒന്നിച്ച് ചിരിയോടെ നിൽക്കുന്ന ഒരു സെൽഫി എടുക്കുക. പിന്നീട് അവൾ കുറെ ഹാർട്സിന്റെ സ്റ്റിക്കറും വെച്ച് ഹരീഷിന്റെ പേര് സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ അത് അവനെ കാണിച്ച് ഹരീഷിന്റെ മൊബൈലിൽ തന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കുക. അതിൽ വെറും നീതുവെന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ ദേഷ്യത്തോടെ പേര് ഡാർലിംഗ് എന്നാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹരീഷ് അവളെ തടയുന്നുണ്ട്. ഒടുവിൽ അവൾ നീതു എന്ന് ടൈപ്പ് ചെയ്ത് കൂടെ ഒരു ഹാർട്ട് സ്റ്റിക്കറും വെച്ച് ആ പേര് സേവ് ചെയ്യുകയാ. അങ്ങനെ മൊബൈലും വാങ്ങി ക്യാഷെല്ലാം കൊടുത്ത് അവർ സന്തോഷത്തോടെ നീതുവിന്റെ വീട്ടിലേക്ക് തിരിക്കുക. അവിടെ നീതുവിന്റെ വീട്ടിൽ നീതു ഇറങ്ങിപ്പോയ വിഷമത്തിലിരിക്കുകയാണ് നീതുവിന്റെ അച്ഛനും അമ്മയും ചേട്ടനുമെല്ലാം. അയൽപ്പക്കത്തുള്ളവർ അവരെ ആശ്വസിപ്പിക്കാനായി വരുന്നുണ്ടെങ്കിലും നീതുവിന്റെ അമ്മ അവരെല്ലാം വഴക്ക് പറഞ്ഞ് ഓടിക്കുക. അക്കാര്യം പറഞ്ഞ് നീതുവിന്റെ അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അപ്പോഴേക്കും ഹരീഷ് നീതുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയാ. നാട്ടുകാരെല്ലാം നീതുവിന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി അടക്കം പറയുന്നുണ്ടായിരുന്നു. നീതുവും വഴിയിൽ വണ്ടി നിർത്തിച്ച് താൻ വീട്ടിലേക്ക് പോയിക്കോളാമെന്ന് പറയുകയാ. അവളെ വീട്ടിലേക്ക് വിടാൻ പേടിയുണ്ടെന്നും നാട്ടുകാരെല്ലാം വീടിന് മുന്നിൽ ഒത്തുകൂടി അവൾ പോയതിനെ പറ്റി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വീട്ടിലേക്ക് കയറി ചെന്നാൽ അമ്മയും അച്ഛനും ചേട്ടനും ഉപദ്രവിക്കുമെന്നും ഹരീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. തനിക്ക് അടിവാങ്ങി ശീലമായെന്നും അതെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ ഹരീഷിനെ വിളിച്ച് പറയാമെന്നും നീതുവും പറയുകയാണ്. എങ്കിലും അക്കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് പേടിയുണ്ടെന്ന് ഹരീഷും പറയുകയാണ്. അവരെയൊന്നും തനിക്ക് പേടിയില്ലെന്നും തിരിച്ചു ചെല്ലുന്ന തന്നെയാണ് അവർ പേടിക്കേണ്ടതെന്നും പറഞ്ഞ് ഹരീഷിനോട് തന്നെ വീടിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വിടാനായി നീതു പറയുന്നുണ്ട്. ഇവിടെ ഇറങ്ങുകയാണെന്ന് നീതുവല്ലേ പറഞ്ഞതെന്ന് ഹരീഷ് ചോദിക്കേ
ഈ അവസ്ഥയിൽ ഹരീഷ് വീട്ടിൽ കൊണ്ടുവിടുന്നതാണ് നല്ലതെന്നും അതിനൊരു കാരണമുണ്ടെന്നും പറഞ്ഞ് നീതു അവന്റെ ബൈക്കിന് പിന്നിലേക്ക് കയറുമ്പോഴേക്കും ഹരീഷ് വണ്ടി കൊണ്ടുചെന്ന് അവളുടെ വീടിന്റെ മുന്നിൽ നിർത്തുന്നുണ്ട്. ഹരീഷിനെ ചേർന്ന് നിന്ന് അവൾ എത്തുമ്പോഴേക്കും നാട്ടുകാരെല്ലാം അമ്പരപ്പോടെ അവരെ തന്നെ നോക്കി നിൽപ്പാ. വണ്ടിയുടെ ശബ്ദം കേട്ട് നീതുവിന്റെ അച്ഛനും അമ്മയും ചേട്ടനുമെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീതുവും വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരോടായി, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ വീട്ടിൽ? എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് ചോദിക്കുക. അവൾ ഒളിച്ചോടി പോയെന്ന് കേട്ടെന്നും എന്താ ഏതാന്നറിയാൻ എത്തിയതാണെന്നും അവർ പറയുന്നുണ്ട്. താൻ ഒളിച്ചോടി പോയതല്ലെന്നും ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നുവെന്നും കണ്ടു കഴിഞ്ഞപ്പോ അവൻ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടെന്നും അതിനാണോ നിങ്ങളെല്ലാം കൂടി നിൽക്കുന്നത്? വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞ് അവൾ ഹരീഷിനോട് യാത്ര പറയെ ഹരീഷും അവളുടെ ബാഗ് എടുത്തു കൊടുക്കുകയാണ്. നീതുവിനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന വീട്ടുകാരോടായി അവളെ ചേർത്ത് പിടിച്ച് ഹരീഷും പറയുന്നുണ്ട്, നീതുവിനെ ഉപദ്രവിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിക്കേണ്ടെന്നും താൻ ചോദിക്കുമെന്നും പിന്നീട് നീതുവിനോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഹരീഷ് അവളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. നീതു വീട്ടിലേക്ക് കയറുമ്പോഴേക്കും അവളുടെ അമ്മയും സഹോദരനും അവളെ കുറ്റപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ തിരിച്ചു വന്നെങ്കിലും ഹരീഷിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ലെന്നും ഉടനെ തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കുമെന്നും നീതു പറയുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു കയറിയ നീതു ഇനി വീട്ടുകാർ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്നും അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിക്കോണമെന്നും അമ്മ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തന്നെ ഇനിയും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഹരീഷ് വന്ന് ചോദ്യം ചെയ്യുമെന്ന് നീതുവും വെല്ലുവിളിയോടെ പറയുന്നുണ്ട്. അമ്മ വീണ്ടും വഴക്ക് പറഞ്ഞ് അവളെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ കൈയും കാലും അടിച്ച് അകത്തിട്ടാൽ പിന്നെ എങ്ങോട്ടും പോവില്ലെന്ന് പറഞ്ഞ് അഖിൽ വടിയെടുക്കാനായി പോകുമ്പോഴേക്കും അവനെ ചീത്ത വിളിച്ച് നീതു റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യുകയാണ്. ഹരീഷ് തനിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും വീട് വിട്ടിറങ്ങി വന്നവളെ വഴിയിൽ ഉപേക്ഷിച്ചോന്നൊക്കെ ചോദിച്ച് അവനെ വഴക്കു പറയുന്നുണ്ടെങ്കിലും ഹരീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ്. ഹാളിലെത്തുന്ന ഹരീഷിനോടായി നീതു എവിടെയെന്ന് അമ്പരപ്പോടെ സുഭാഷിട്ടൻ ചോദിക്കെ അവളെ വീട്ടിൽ വിട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. നീതുവിന്റെ വീട്ടുകാർ അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെന്നും തിരികെ വീട്ടിൽ പറഞ്ഞു വിട്ടത് ഓക്കെ ആണോ എന്ന് നിധിയും ചോദിക്കുക. കല്യാണം നടത്താനിരുന്നവളെ വീട്ടിൽ കൊണ്ടുവിട്ടത് എന്തിനാണെന്ന് സുഭാഷ് ഏട്ടനും ടെൻഷനോടെ ചോദിക്കെ താനും നീതുവും ഒരുമിച്ചെടുത്ത തീരുമാനമാണതെന്നും അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് അവളെ ഉപദ്രവിക്കരുതെന്ന് താക്കീത് നൽകിയിട്ടുണ്ടെന്നും എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും താൻ അവൾക്ക് ഒരു ഫോൺ വാങ്ങി നൽകിയിട്ടുണ്ടെന്നും ഹരീഷ് പറയുന്നു. അവളുടെ വീട്ടിലുണ്ടാവാൻ പോകുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ച് സുധീഷ് അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. താനൊരു ഹോസ്റ്റൽ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന തീരുമാനം അവളുടേതായിരുന്നുവെന്നും ഇവിടെ താമസിക്കണമെങ്കിൽ കല്യാണം കഴിക്കണ്ടേയെന്നും കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ താൻ ചിന്തിക്കുന്നില്ലെന്നും ഒരു 2-3 വർഷം കഴിയട്ടെ എന്നും ഹരീഷ് പറയുന്നുണ്ട്. കല്യാണം കഴിക്കുന്നില്ലെങ്കിലും അവളെ അവളുടെ വീട്ടിൽ തിരികെ കൊണ്ടുവിട്ടത് ശരിയായില്ലെന്നും വീട് വിട്ടിറങ്ങിപ്പോന്ന ദേശത്തിൽ നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും ചേട്ടനുമെല്ലാം അവളെ വീണ്ടും ഉപദ്രവിച്ചേക്കാമെന്നും സുഭാഷ് ഏട്ടനും ടെൻഷനോടെ പറയുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനം അവളുടേതായിരുന്നുവെന്നും എല്ലാം അവൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് കയറി പോവുകയാണ്. അവൾ അടി വാങ്ങിച്ചതിനു ശേഷം ഇവനെ വിളിച്ചാൽ ഇവൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഹരീഷ് അത്രത്തോളം കോൺഫിഡന്റ് ആയാണ് പറയുന്നതെന്നും അവർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതെന്നും അത് വിട്ടേക്കെന്നും നിധിയും സുധീഷിനോടായി പറയുന്നുണ്ട്. പാവം നീതു അവളവിടെ എങ്ങനെ താമസിക്കുമെന്നോ എങ്ങനെ ഇരിക്കുമെന്നോ അറിയില്ലല്ലോ എന്ന് ടെൻഷനോടെ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. പിന്നീട് ഹരീഷ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് നിധി സുധീഷുമായി സംസാരിക്കുന്നുണ്ട്. കല്യാണം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും ഹരീഷ് നീതുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടതിന്റെ കാരണം തനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നിധി പറയേ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാത്തത് കൊണ്ടാണ് ഹരീഷ് അങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് സുധീഷ് അവളോട് പറയുന്നുണ്ട്. നീതു വീട് വിട്ടിറങ്ങി വന്നിട്ടും തന്റെ ചേട്ടനു വേണ്ടി അവളെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞുവിട്ട ഹരീഷ് സൂപ്പറാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഹരീഷ് തികച്ചും ഡിഫറന്റ് ക്യാരക്ടറാണെന്ന് പറഞ്ഞ് നീതുവിന്റെയും ഹരീഷിന്റെയും സ്നേഹത്തെക്കുറിച്ച് നിധിയും വാതോരാതെ സംസാരിക്കുകയാണ്. ഹരീഷ് ചേട്ടനു വേണ്ടി നീതുവിനെ മാറ്റി നിർത്തിയപ്പോൾ താൻ നിധിയുടെ സേഫ്റ്റിയെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചതെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ നിധി അകത്തേക്ക് കയറി പോവുകയാണ്. വാതിലടച്ച് റൂമിലിരിക്കുന്ന നീതുവിനെ കാത്ത് അവളുടെ കൈയും കാലും തല്ലിയൊടിക്കാനായി ദേഷ്യത്തോടെ പുറത്തു കാത്തു നിൽപ്പാകിൽ. അപ്പോഴാണ് നീതുവിന്റെ പരാതിയെ തുടർന്ന് പോലീസുകാർ അങ്ങോട്ടെത്തി നീതുവിനെ വിളിച്ചിറക്കി. നീതുവിനെ ഉപദ്രവിച്ച നീതുവിന്റെ കുടുംബത്തെ കർശനമായി താക്കീത് ചെയ്യുകയാണ്. നീതുവിനെ ഇനി ഉപദ്രവിക്കില്ലെന്ന് ഒരു പേപ്പറിൽ എഴുതിച്ച് അഖിലിനെയും അമ്മയെയും അച്ഛനെയും കൊണ്ട് സൈൻ ചെയ്യിക്കുന്നുണ്ട് പോലീസുകാർ. ഇനി നീതുവിനെ ഉപദ്രവിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞ് നമ്പർ നൽകി നീതുവിനോട് യാത്ര പറഞ്ഞിറങ്ങുകയാ അവർ. പിന്നീട് ഹരീഷിന്റെ ഷോപ്പിലെത്തുന്ന നീതു വീട്ടിലുണ്ടായ സംഭവങ്ങളെല്ലാം ഹരീഷിനോട് വിവരിക്കുന്നുണ്ട്.
തന്നെ അവർ ഇനി ഉപദ്രവിക്കില്ലെന്നും പോലീസുകാർ അവരെ താക്കീത് ചെയ്തിട്ടുണ്ടെന്നും ഹരീഷിന് വേണ്ടി താൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമെന്നും നീതു പറയുന്നത് കേൾക്കെ ഹരീഷിനും സന്തോഷമാവുകയാണ്. രാത്രി ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് നീതുവിനെ കുറിച്ചുള്ള ആശങ്ക സുഭാഷ് ഏട്ടനും കൂട്ടരും പങ്കുവെക്കുന്നുണ്ടെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വീട്ടുകാർക്കെതിരെ നീതു പോലീസിൽ പരാതി നൽകിയതും പോലീസുകാരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടുകാർ അവളെ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിച്ച് നന്നായി നോക്കാൻ നിർബന്ധിതരാവുകയും ചെയ്ത കഥ ഹരീഷ് വിവരിക്കുന്നത് കേൾക്കെ എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുക. നീതുവിന്റെ ധൈര്യത്തെ നിധി പ്രശംസിക്കുകയും അന്ന് വീട്ടുകാർ സൂര്യയുമായുള്ള കല്യാണത്തിന് നിർബന്ധിച്ച സമയത്ത് തനിക്ക് ഇങ്ങനെയൊരു ബുദ്ധി തോന്നിയില്ലല്ലോ എന്നും നിധി നിരാശയോടെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം വീട്ടിലുള്ളവർക്ക് സുഭാഷിന്റെ വിവാഹ കാര്യത്തിൽ താല്പര്യമില്ലാത്തതിനെ നിധി വിമർശിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ അച്ഛനായ ഭാസ്കരൻ സുഭാഷിന്റെ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അച്ഛനെ അവൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പന പോലെ വളർന്നിട്ടും അവനൊരു പെണ്ണിനെ കണ്ടെത്താൻ കഴിയാത്തത് തന്റെ കുറ്റമല്ലെന്നും അത് അവന്റെ മാത്രം പിടിപ്പുകേടാണെന്നും ഇനി അവനെ പെണ്ണന്വേഷിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഒരു കൊലപാതകിയുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ എന്നും ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ വഴക്കു പറഞ്ഞ് ഓടിക്കുക. പിന്നീട് മൊബൈലിൽ നോക്കിയിരിക്കുന്ന സുധീഷിനെയും ഹരീഷിനെയും അവൾ വഴക്കു പറയുന്നുണ്ട്. വീട്ടിലാരും ഇപ്പോൾ സുഭാഷിന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും എത്രയും വേഗം സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണമെന്നും അല്ലാതെ മൊബൈലിൽ നോക്കിയിരുന്ന് സമയം കളയുകയല്ല വേണ്ടതെന്നും അവൾ സുധീഷിനെയും ഹരീഷിനെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് സുഭാഷ് ഏട്ടൻ പച്ചക്കറി വാങ്ങുന്നതിനിടയിൽ അയൽവാസികളായ സ്ത്രീകളുമായി സംസാരിച്ചു നിൽക്കുന്നത് കാണുന്ന സുധീഷും ഹരീഷും അതവന്റെ വിവാഹകാര്യത്തെ ബാധിക്കുമെന്നോർത്ത് ഇനി പച്ചക്കറി ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവനെ വിലക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ അവരെ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. പിന്നീട് ഓഫീസിലേക്ക് ഇറങ്ങി നിധി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ നികേഷിനോട് സുഭാഷ് ഏട്ടന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണമെന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോൾ ഏട്ടത്തിയെപ്പോലൊരു പെൺകുട്ടിയെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് നികേഷും പറയുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തിയ നികേഷിനെ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുന്നത് കാണുന്ന നിധി അവളുമായി നികേഷിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് അവളെ അറിയില്ലെന്നും താൻ കാഷ്വലായി നോക്കിയതാണെന്നും അവൾ തന്നെ നോക്കുകയാണെന്നും നികേഷ് മറുപടി പറയുന്നുണ്ട്. ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലെത്തിയ നീതു തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഹരീഷുമായി പങ്കുവയ്ക്കുകയാണ്. ഇതിനിടയിൽ ജോലിക്കെത്തുന്ന ടിറ്റോ അവരെ കളിയാക്കുന്നുമുണ്ട്. ആ സമയത്ത് അങ്ങോട്ടെത്തുന്ന സുധീഷ് നീതുവിന്റെ വീട്ടുകാര്യങ്ങളെക്കുറിച്ചും അഖിലിനെ കുറിച്ചും നീതുവിനോട് ദേഷ്യത്തോടെ സംസാരിക്കുകയും ഹരീഷുമായുള്ള കല്യാണത്തിന് അവർ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ലെന്നും പറയേ അവർ സമ്മതിച്ചില്ലെങ്കിലും താൻ വീട് വിട്ടിറങ്ങി വരാമെന്ന് നീതു തീർത്തു പറയുന്നുണ്ട്. ആ സമയത്ത് നിധി സുധീഷിനെ വിളിക്കുകയും തന്റെ അമ്മ വിളിച്ചിരുന്നുവെന്നും റെസ്റ്റോറന്റിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുധീഷും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്നും നിധി പറയുമ്പോൾ വരാമെന്ന് സുധീഷും സമ്മതിക്കുകയാണ്. അവർ റെസ്റ്റോറന്റിലെത്തുമ്പോഴേക്കും അവളെ കാത്ത് അമ്മ ഹേമയും ഏടത്തി സാന്ദ്രയും ഇരിപ്പുണ്ടായിരുന്നു. സുധീഷിനെ കാണുന്ന ഹേമ ദേഷ്യത്തോടെ അവനോട് തനിക്കൊന്നും പറയാനില്ലെന്നും പുറത്തിറങ്ങി പോവാനും പറയുന്നുണ്ടെങ്കിലും പുറത്തു പോവാൻ തുടങ്ങുന്ന സുധീഷിനെ നിധി നിർബന്ധിച്ച് കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ അരികിൽ ഇരുത്തുന്നുണ്ട്. അവളുടെ ഡിവോഴ്സ് കാര്യമറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു അവരുടെ വരവ്. തങ്ങളെ അപമാനിച്ച് വീട് വിട്ടിറങ്ങി ഓടിപ്പോയി സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി 4-5 മാസം ആവുമ്പോഴേക്കും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്നുവെന്നും പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചതെന്നും ചോദിച്ച് അമ്മ അവളെ വഴക്കു പറയുകയാണ്. ഡിവോഴ്സ് കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്ന് നിധി അമ്മയോട് ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ അറിഞ്ഞാലും അവൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്നായിരുന്നു അമ്മയുടെ മറുപടി. അവരെങ്ങനെ അറിഞ്ഞു എന്ന കാര്യം അവൾ സുധീഷിനോടും ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്കറിയില്ലെന്നായിരുന്നു സുധീഷിന്റെ മറുപടി. യഥാർത്ഥത്തിൽ സുധീഷ് തന്നെയാണ് ഭാസ്കരന്റെ മൊബൈലിൽ നിന്ന് നിധിയുടെ അമ്മയെ വിളിച്ച് ഡിവോഴ്സ് കാര്യം അറിയിച്ചത്. താൻ ചെയ്ത ഇക്കാര്യം പുറത്താവുമോ എന്ന് സുധീഷിന് നല്ല പേടിയുമുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞുള്ള നിധിയുടെ ഭാവിയെക്കുറിച്ചും അതുമൂലം ഉണ്ടാവാൻ പോകുന്ന അപമാനത്തെക്കുറിച്ചും പറഞ്ഞ് ദേഷ്യത്തോടെ ഹേമ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി പോവുകയാ. താൻ നിധിയെ കോൾ ചെയ്തോളാന്നും പറഞ്ഞ് സാന്ദ്രയും അവരുടെ പുറകെ പോവുകയാ. അവർ ദേഷ്യത്തോടെ ഇറങ്ങി പോകുമ്പോഴേക്കും സുധീഷിനും ആശ്വാസമാവുകയാ. അവരുടെ ഇക്കാര്യം ആരവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിധി വീണ്ടും സുധീഷിനോടായി ചോദിക്കുകയാ. തനിക്കറിയില്ലെന്നും ചിലപ്പോൾ ആധാർ കാർഡിലെ തക്കലയിലെ അഡ്രസ്സിലേക്ക് കോടതിയിൽ നിന്നും ലെറ്റർ പോയിട്ടുണ്ടാവാമെന്നും സുധീഷ് പറയുന്നത് നിധി വിശ്വസിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റിയത് നന്നായെന്നും സുധീഷും പറയുന്നുണ്ട്. ഡിവോഴ്സും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് പറയാതെ പറഞ്ഞതാണെന്ന് നിധി ദേഷ്യത്തോടെ പറയേ അവർക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിലും തന്റെ കൂടെ നിധി ഒന്നിച്ച് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലെത്തുന്ന സുധീഷ് ഡിവോഴ്സ് കാര്യമറിഞ്ഞ് നിധിയെ കാണാനായി അവളുടെ അമ്മ വന്നതെല്ലാം പറയുന്നുണ്ട്. അവരെങ്ങനെ അറിഞ്ഞുവെന്ന് ഹരീഷ് ചോദിക്കെ താനാണ് അവരെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചതെന്ന് സുധീഷ് പറയുകയാണ്. എന്തിനങ്ങനെ ചെയ്തുവെന്ന് ഹരീഷ് ചോദിക്കെ നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് എന്തു വേണമെന്നറിയാതെ ഗോപി സാറിനെ സമീപിച്ചതും
ഗോപി സാർ നിധിയെ വിളിച്ച് ഡൈവോഴ്സ് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞതും സംശയത്തോടെ ഗോപി സാറിനെ കാണാൻ സ്റ്റേഷനിലെത്തിയ നിധി കാര്യങ്ങളെല്ലാം അറിഞ്ഞതും സുധീഷ് ഹരീഷിനോട് വിവരിക്കുന്നുണ്ട്. സുധീഷ് നിധിയുടെ ആധാർ കാർഡ് നൽകിയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തതെന്നറിഞ്ഞ ഹരീഷ് അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിധിയുടെ അമ്മയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞത് താനാണെന്ന് നിധിക്ക് സംശയമില്ലെന്ന് സുധീഷ് ആശ്വാസത്തോടെ പറയേ ഉടനെ തന്നെ എഴുതിയത് കണ്ടുപിടിച്ചോളുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നീട് അവർ ഒരു ബ്രോക്കറെ അങ്ങോട്ട് വിളിച്ചു വരുത്തി സുഭാഷ് ഏട്ടൻ അറിയാതെ അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാനായി ബ്രോക്കറെ ഏൽപ്പിക്കുകയാണ്. അതുവഴി പോകുകയായിരുന്ന അഖിലിനെ സുധീഷ് പരിഹസിക്കുമ്പോഴേക്കും ഹരീഷിന് ഒരിക്കലും നീതുവിനെ കല്യാണം കഴിച്ചു തരില്ലെന്ന് അഖിലും വാശിയോടെ പറയുന്നുണ്ട്. താൻ നീതുവിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഹരീഷും വെല്ലുവിളിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ അഖിൽ ഹരീഷിന്റെ കാര്യം പറഞ്ഞ് നീതുവിനെ വഴക്കു പറയുന്നുണ്ടെങ്കിലും താൻ ഹരീഷിനെ തന്നെ വിവാഹം കഴിക്കുമെന്ന നിലപാടിൽ നീതുവും ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് സുഭാഷിന്റെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് സുധീഷും ഹരീഷും ജാതകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും വീട്ടിലാർക്കും ജാതകത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. സുഭാഷിന്റെ ജാതകം ലഭിക്കാത്തതിനാൽ സുധീഷും ഹരീഷും ഒരു ജ്യോത്സ്യനെ കണ്ട് സുഭാഷിന് അനുയോജ്യമായ രീതിയിൽ ജ്യോത്സ്യനെ ഭീഷണിപ്പെടുത്തി ഒരു ജാതകം റെഡിയാക്കുകയാണ്. സുഭാഷേട്ടൻ അറിയാതെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നത്. പിന്നീട് ബ്രോക്കർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പെൺവീട്ടുകാർ സുഭാഷിന്റെ വീട് കാണാൻ എത്തുകയാണ്. ജോലിക്ക് പോയ സുഭാഷേട്ടനെ കാര്യമെന്താണെന്ന് പറയാതെ ഹരീഷ് പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പിന്നീട് വീട്ടിലെത്തിയ സുഭാഷേട്ടനെ നിധി കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. പെൺവീട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും എല്ലാം ഓക്കെ ആയാൽ പെണ്ണ് കാണാൻ പോയാൽ മതിയെന്നും പറഞ്ഞ് സുഭാഷിനെ റെഡിയാക്കുകയാണ് അവർ. പെൺവീട്ടുകാർ അവരുടെ കുടുംബ ജ്യോത്സ്യനുമെത്താണ് കിളിക്കൂട്ടിലേക്ക് എത്തുന്നത്. ജാതകം നോക്കാതെ അവർ ഒരു കല്യാണവും നടത്താറില്ലെന്നും പറഞ്ഞ് അവർ സുഭാഷിന്റെ ജാതകം വാങ്ങി ജ്യോത്സ്യന് കൊടുത്ത് 2 ജാതകവും തമ്മിൽ ഒത്തുനോക്കുന്നുണ്ട്. ജാതകം ഒത്തുനോക്കി സുഭാഷിന്റെ ജാതകം ഒരു പെൺകുട്ടിക്കും ചേരില്ലെന്ന് ആ ജ്യോത്സ്യൻ തീർത്തു പറയുകയാണ്. അപ്പോഴാണ് ഭാസ്കരൻ സുഭാഷിന്റെ ജാതകം വീട്ടിലിരിപ്പുണ്ടെന്നും പറഞ്ഞ് യഥാർത്ഥ ജാതകം എടുത്തു കൊടുക്കുന്നത്. അത് പരിശോധിച്ച പെൺവീട്ടുകാരുടെ കുടുംബ ജ്യോത്സ്യൻ സുഭാഷിന്റെ ജാതകത്തിൽ വലിയ ദോഷങ്ങളുണ്ടെന്നും ആ ജാതകക്കാരൻ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണ് വാഴില്ലെന്നും പ്രവചിക്കുന്നുണ്ട്. ഇതറിഞ്ഞ് പെൺവീട്ടുകാർ ആ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു. ഈ ഒരു സംഭവം കിളിക്കൂടിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അത് സുഭാഷിനെയും അച്ഛനെയും എല്ലാം വല്ലാതെ തളർത്തുകയാ. ദോഷം കാരണം തന്റെ അനിയന്മാരുടെയും നിധിയുടെയും ജീവിതം തകരുമെന്ന് ഭയന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വീട് വിട്ടു പോവാൻ തീരുമാനിക്കുകയും രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാ. സുഭാഷേട്ടന്റെ മിസ്സിംഗ് കുടുംബത്തെ ആകെ തളർത്തുന്നുണ്ട്. സുഭാഷേട്ടനെ കണ്ടെത്താനായി അവർ പലയിടങ്ങളിലും തിരയുന്നുണ്ടെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ്. അവസാനം നിധിയുടെ നേതൃത്വത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നുണ്ട്. സുഭാഷ് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന പോലീസിന്റെ സംശയം സുധീഷിനെ മാനസികമായി തകർക്കുകയാണ്. പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയ സുധീഷ് ഇക്കാര്യങ്ങളെല്ലാം പരിഭ്രമത്തോടെ നിധിയുമായി പങ്കുവെച്ച് പൊട്ടിക്കരയുമ്പോഴേക്കും നിധി അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.